ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രൗൺ റൈസ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മസാല തേച്ച് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, ലെമൺ ഇതൊക്കെയാണ് വേണ്ടത്. വെളുത്തുള്ളി, ഇഞ്ചി നമുക്ക് റൈസിന് കൂടെ വേണ്ടിയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പ്രൗൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സ്ക്വീസ് ചെയ്തെടുത്തിട്ടുള്ള ലെമൺ ഒഴിച്ചു കൊടുക്കാം. പകുതിയോളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി പകുതി നമുക്ക് റൈസ് ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ജിഞ്ചർ ഗാർലിക് കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും ഒരു പകുതിയോളമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി പകുതി നമുക്ക് റൈസ് ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അടുത്തതായി കുറച്ച് റൈസ് നല്ലപോലെ വാഷ് ചെയ്ത് വെള്ളത്തിൽ കുതിർത്തിയിട്ട് വെക്കണം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് തക്കാളി, ഉള്ളി, പച്ചമുളക്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ടൈമിൽ നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കിതിനെ പാനിലേക്ക് മാറ്റാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലെ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് കവർ ചെയ്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് റെസിപ്പിയിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ എന്തായെന്ന് നോക്കാം.
ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നല്ല കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാർഡായി പോകുന്നതിന് മുന്നേ തന്നെ പാനിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് അതിലേക്ക് നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ റോ സ്മെല്ലൊന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുത്ത് അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള തക്കാളി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല പൗഡർ കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇത് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലായിരുന്നു വെച്ച് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട ശേഷം മീഡിയം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റൈസ് നല്ല കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി സെർവിങ് ടൈമിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചെമ്മീൻ കൂടെ ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.